السلام عليكم ورحمة الله. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഹസ്രത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിരുന്നത്. അദ്ദേഹം ജന്നത്തുൽ ബഖീയിൽ കബറടക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരുന്നു. ജന്നത്തുൽ ബഖീ അതിന്റെ തുടക്കം അത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിരിക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിനു ശേഷം അവിടെ ഒരുപാട് ഖബർസ്ഥാനുകൾ ഉണ്ടായിരുന്നു. യഹൂദികൾക്ക് അവരുടേതായ ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. എന്നാൽ അറബികളുടെ വിവിധ ഗോത്രങ്ങൾക്ക് അവരവരുടേതായ ഖബർസ്ഥാനുകൾ ഉണ്ടായിരുന്നു. മദീന ത്വയ്യിബ ആ കാലത്ത് വിവിധ പ്രദേശങ്ങളിൽ വിഭജിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഓരോ ഗോത്രവും തങ്ങളുടെ പ്രദേശത്ത് തുറന്ന സ്ഥലത്ത് തങ്ങളുടെ മയ്യത്തുകളെ കബറടക്കുകയാണ് ചെയ്തിരുന്നത്. ഖുബായിൽ വളരെ പ്രസിദ്ധമായ മറ്റൊരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അവിടെ ചെറിയ ചെറിയ അനേകം ഖബർസ്ഥാനുകൾ ഉണ്ടായിരുന്നു. ബനു സഫർ ഗോത്രത്തിന് അവരുടേതായ ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. ബനു സലമ ഗോത്രത്തിന് അവരുടേതായ വേറെ ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. മറ്റു ഖബർസ്ഥാനുകളിൽ ബനു സദക്ക് ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് സൂഖുൻ നബി സ്ഥാപിതമായി. മസ്ജിദുൻ നബവി സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് അവിടെയും ഈന്തത്തോട്ടങ്ങളുടെ ഇടയിൽ ഏതാനും മുശ്രിക്കീങ്ങളുടെ ഖബർ ഉണ്ടായിരുന്നു. ഈ എല്ലാ ഖബർസ്ഥാനുകളിലും ബഖീഉൽ ഗർഖ എന്നത് വളരെ പ്രാചീനവും പ്രസിദ്ധവുമായ ഖബർസ്ഥാനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനു വേണ്ടി അത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനുശേഷം അന്നു മുതൽ ഇന്നുവരേക്കും അതിന് വ്യത്യസ്തമായ ഒരു സ്ഥാനം ഉണ്ട്. അത് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഹസ്രത്ത് ഉബൈദുല്ലാ ബിൻ അബി റാഫിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു, എവിടെയാണോ മുസ്ലിങ്ങളെ കബറടക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഉദ്ദേശത്തിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സ്ഥലങ്ങൾ പോയി നോക്കുകയും ചെയ്തു. എന്നാൽ ഈ അഭിമാനം ബഖീഉൽ ഗർഖദിന്റെ ഭാഗത്താണ് എഴുതപ്പെട്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി, എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ ഈ സ്ഥലത്തെ, അതായത് ബഖീഉൽ ഗർഖനെ ഖബർസ്ഥാനായി തിരഞ്ഞെടുക്കാൻ. ആ കാലഘട്ടത്തിൽ അതിനെ ബഖീഉൽ ഖബ്ഖബ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അവിടെ അനേകം ഗർഖദ് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വയം ഉണ്ടായ ഒരുപാട് കുറ്റിക്കാടും ഉണ്ടായിരുന്നു. അവിടെ കൊതുകും അതുപോലെ തന്നെ അതുപോലുള്ള മറ്റ് ജീവികളും
വളരെ അധികം ഉണ്ടായിരുന്നു. കൊതുകുകൾ അവിടെയുള്ള മാലിന്യം കാരണം മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ കാട് കാരണം ചില സമയത്ത് പുക ഉയർന്നു പൊന്തി മേഘം മൂടിയതാണോ എന്ന് തോന്നുമായിരുന്നു. അവിടെ ഏറ്റവും ആദ്യം കബറടക്കപ്പെട്ടത് ഇതുപോലെ പറയുണ്ടായി ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖബറിന്റെ തലഭാഗത്ത് ഒരു കല്ല് അടയാളമായി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് മുൻകടന്നു പോയ ആളാണ്, നമ്മുടെ മുൻക് പോയ ആളാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആരെങ്കിലും മരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദിക്കുമായിരുന്നു, ഇവരെ എവിടെയാണ് ഖബറടക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നമ്മുടെ മുൻകടന്നു പോയ ഉസ്മാൻ ബിൻ മസ്ഊന്റെ സമീപം. ബക്കി അറബിയിൽ അത്തരത്തിലുള്ള സ്ഥലത്തിനാണ് പറയുന്നത് എവിടെയാണോ വളരെയധികം വൃക്ഷങ്ങളുള്ളത്. മദീന തൊയ്യിബയിൽ ഈ സ്ഥലത്തിന് ബക്കിയുൽ ഗർക്കദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അവിടെ ഗർക്കദ് വൃക്ഷത്തും വളരെ അധികം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഉള്ള മറ്റു സ്ഥലങ്ങളിൽ സ്വയം ഉണ്ടായ കുറ്റിക്കാടുകളായിരുന്നു, അതും വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിനെ ജന്നത്തുൽ ബക്കി എന്നും പറയുന്നുണ്ട്. ജന്നത്ത് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം അറബിയിൽ തോട്ടം അതല്ലെങ്കിൽ ഫിർദൌസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അനർബികളായിട്ടുള്ള സന്ദർശകരിൽ ഇത് ജന്നത്തുൽ ബക്കി എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അബ്ദുൽ ഹമീദ് ഖാദിരി സാഹിബാണ് ഈ വിശദീകരണം എഴുതിയിട്ടുള്ളത്. പറയുന്നു, നമ്മൾ ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അറബികൾ പൊതുവിൽ തങ്ങളുടെ ഖബർസ്ഥാനെ ജന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കാറുള്ളത്. ഇതിന്റെ ഒരു പേര് മക്കാബിറുൽ ബക്കി എന്നുകൂടിയാണ്. ഇതാണ് ഗ്രാമങ്ങൾ താമസിക്കുന്ന, മരുഭൂമിയിൽ താമസിക്കുന്ന അറബികൾക്കിടയിൽ കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഹദ്റത്ത് സാലിം ബിൻ അബ്ദുള്ള തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ആരെങ്കിലും വാത്താകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇദ്ദേഹത്തെ നമ്മുടെ മുൻകടന്നുപോയ ആളുകളുടെ അടുത്തേക്ക് അയക്കുക. ഉസ്മാൻ ബിൻ മഅ്ദൂൻ എന്റെ ഉമ്മത്തിൽ മുൻകടന്നുപോയ എത്ര നല്ല ആളാണ്. ഹദ്റത്ത് ഇബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉസ്മാൻ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ അടുത്തു വരികയും 3 പ്രാവശ്യം കുനിയുകയും തല ഉയർത്തുകയും ചെയ്തു. എന്നിട്ട് ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഓ അബൂ സാഹിബ്, അള്ളാഹു താങ്കളോട് കരുണ ചൊരിയുമാറാകട്ടെ. താങ്കൾ ലോകത്തു നിന്ന് ഈ അവസ്ഥയിലാണ് പോയത്. ഭൗതിക വസ്തുക്കളൊന്നും തന്നെ താങ്കളെ മലിനപ്പെടുത്തിയില്ല. ഹദ്റത്ത് ആയിഷ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊന്റെ മൃതശരീരത്തിന് അടുത്ത് ചെല്ലുകയും അതിനെ ചുംബിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങയുടെ 2 കണ്ണുകളും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനത്തിന് ശേഷം അദ്ദേഹത്തെ ചുംബിച്ചു. പറയുന്നു, ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് ഹദ്റത്ത് ഉസ്മാന്റെ കവിളുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇത്ര കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് ഒഴുകി ഹദ്റത്ത് ഉസ്മാന്റെ കവിളിലൂടെ ഒഴുകാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹിക് ബിസ്സലഫി അസ്സലഫി സാലിഹ് ഉസ്മാൻ ബിൻ മസ്ഊൻ, യാനി സൽഫെ സലിഹായിട്ടുള്ള ഉസ്മാൻ ബിൻ മസ്ഊന്റെ അടുത്തുപോയി ചേരുക. ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊന്റെ ജനാസ നമസ്കരിക്കുകയുണ്ടായി. അതിൽ 4 തക്ബീറാത്ത് പറയുകയാണ്. ചില ആളുകൾ പറയുന്നു തക്ബീറാത്തുകൾ 3-ൽ കൂടുതൽ സാധ്യമല്ല എന്ന്. 4 തക്ബീറും സാധ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. മുത്തലിബ് ബിൻ വിവരിക്കുന്നു, ഹദ്റത്ത് ഉസ്മാൻ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തെ ഖബറടക്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് കൽപ്പന നൽകി കല്ല് കൊണ്ടുവരാനായി. അയാൾക്ക് ആ കല്ലുയർത്താൻ സാധിച്ചാൽ വളരെ ഭാരമുള്ള കല്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനടുത്തേക്ക് ചെന്നു. തന്റെ 2 കൈകളിലെയും വസ്ത്രം മുകളിലേക്ക് ഉയർത്തി തന്റെ കമീസിന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി.
മുത്തലിബ് പറയുകയുണ്ടായി, അദ്ദേഹം ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, അഥവാ ഞാൻ ഇപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളുടെ വെള്ള നിറം കാണുന്നു. എനിക്ക് ആ സംഭവം വളരെ നല്ല പോലെ ഓർമ്മയുണ്ട്. ഇത്രമാത്രം മനോഹരമായ കൈകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതിന്റെ വെളുത്ത നിറം എനിക്കിപ്പോഴും കാണാൻ സാധിക്കുന്നു. അവിടുന്ന് തന്റെ കൈകളിൽ വസ്ത്രം ഉയർത്തിയപ്പോൾ, കൈകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ, എന്നിട്ട് അവിടുന്ന് ആ കല്ലുകൾ ഉയർത്തി എന്നിട്ട് ഉസ്മാൻ ബിൻ മഅ്ദൂന്റെ തലഭാഗത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരടയാളം എന്ന നിലയിൽ ഞാൻ എന്റെ സഹോദരന്റെ ഈ ഖബർ തിരിച്ചറിയുന്നതായിരിക്കും. എന്റെ കുടുംബത്തിൽ ആരെങ്കിലും വഫാകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് അവരെ ഖബറടക്കുന്നതായിരിക്കും. ഇത് സുനൻ അബൂദാവൂദിലെ നിവേദനമാണ്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹദ്റത്ത് ഉസ്മാൻ ബിൻ മഅ്ദൂന്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന വിശദീകരണം, അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ സമർപ്പിക്കാം. അദ്ദേഹം ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹിജ്രി 2 സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, അതേ വർഷത്തിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബക്കായി മദീനയിൽ ഒരു മക്ബറ നിശ്ചയിച്ചു. അതിന് ജന്നത്തുൽ ബക്കി എന്ന് പറയപ്പെട്ടിരുന്നു. ഇതിനുശേഷം പൊതുവിൽ സഹാബാക്കൾ ഈ ഖബർസ്ഥാനിലാണ് ഖബറടക്കപ്പെട്ടിരുന്നത്. ഏറ്റവും ആദ്യം ഈ മക്ബറയിൽ ഖബറടക്കപ്പെട്ട സഹാബി ഹദ്റത്ത് ഉസ്മാൻ മസ്ഊൻ ആയിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ വളരെ പ്രാരംഭകാലത്തിലുള്ള ഒരു മുസ്ലിമായിരുന്നു. വളരെ നല്ല ഇബാദത്ത് ചെയ്യുന്ന സൂഫി പ്രകൃതക്കാരനായ ആളായിരുന്നു. മുസ്ലിം ആയതിനു ശേഷം ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ആദം നൽകിയാലും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭൗതിക ലോകത്തെ പൂർണ്ണമായും വിച്ഛേദിക്കാൻ, ഭാര്യയിൽ നിന്നും കുട്ടിയിൽ നിന്നും വിട്ടുനിന്ന് തന്റെ ജീവിതം പൂർണ്ണമായും ദൈവിക ഇബാദത്തിനു വേണ്ടി ചിലവ് ചെയ്യാൻ വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടുന്ന് അതിന് അനുവാദം നൽകിയില്ല. ഇതിന്റെ വിശദീകരണവും ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ വിവരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഉസ്മാൻ ബിൻ മഅ്ദൂന്റെ വഫാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തുടർന്ന് എഴുതുകയാണ്, ഉസ്മാൻ ബിൻ മസ്ഊന്റെ വഫാത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടായി. മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നെറ്റിൽ ചുംബിച്ചു. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഖബറടക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖബർ തലഭാഗത്ത് ഒരു കല്ല് അടയാളമായി വെച്ചു. പിന്നീട് അവിടുന്ന് എപ്പോഴെങ്കിലും ജന്നത്തുൽ ബക്കിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഉസ്മാൻ ആദ്യത്തെ മുഹാജിറായിരുന്നു ആരാണോ മദീനയിൽ വെച്ച് വഫാത്തായത്. ഹസ്രത്ത് ഉസ്മാൻ ബിൻ മഅ്ദൂം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ശോകകാവ്യം എഴുതി. അതിൽ എഴുതുന്നു, അതിപ്രകാരമാണ്, യാ ഐന ജൂദി ബിദമഇൻ ഗൈറ മംനൂൻ അലാ റദിയത്തി ഉസ്മാൻ ബിൻ മസ്ഊൻ അൽ അംരി ബാത ഫിൽ റിസ്വാനി ഖി തുബാലഹു മിൻ ഫഖീദി ശഖ്സി മദ്ഫൂൻ താബൽ ബക്കിയു ലഹു സുഖ്ന വഗറക വഅശ്റകതൽ അർദു മിൻ ബഅദി നയീൻ വഅൗറസൽ കൽബ ഹസ്നൻ ഇൻകിതാഅ ലഹു ഹത്തൽ മമാതു ഫമാ തർകഷ് ലഹു ശുനീദ്. ഓ എന്റെ കണ്ണെ, ഇതിന്റെ തർജുമകാരമാണ്, ഓ എന്റെ കണ്ണെ, ഉസ്മാന്റെ ദുഃഖ സംഭവത്തിൽ നീ ഒരിക്കലും നിലക്കാത്ത കണ്ണുനീർ പൊഴിക്കുക. ആ വ്യക്തിയുടെ ദുഃഖ സംഭവത്തിൽ ആരാണോ തന്റെ സൃഷ്ടാവിന്റെ തൃപ്തിയിൽ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നത്, അദ്ദേഹത്തിന് സന്തോഷ വാർത്ത, ഒരു മാതൃകായോഗ്യനായ വ്യക്തി കപ്പപ്പെട്ടിരിക്കുന്നു. ബക്കിയും ഗർക്കതും തന്റെ താമസക്കാരനെ കൊണ്ട് പരിശുദ്ധമായിരിക്കുന്നു. ആ ഭൂമി അങ്ങയുടെ ഖബറടക്കം കാരണം പ്രകാശിതമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ മരണം കാരണം ഹൃദയത്തിന് അത്രമാത്രം ദുഃഖമേറ്റിരിക്കുന്നു. അത് വരെ ഒരിക്കലും അവസാനിക്കാത്തതാണ്. എന്റെ ഈ അവസ്ഥ ഇനി ഒരിക്കലും മാറുന്നതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ വികാരപ്രകടനം മരണത്തിനു ശേഷം നടത്തിയതാണ് ഇത്. ഹദ്റത്ത് ഉമ്മ ആല അവർ അൻസാരി വനിതയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ബൈഅത്ത് ചെയ്തിരുന്നു. അവർ പറയുന്നു, അൻസാറുകൾ മുഹാജിരീങ്ങൾക്ക് താമസിക്കുന്നതിനായി നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊന്റെ നറുക്ക്, അതായത് താമസിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ പേരിലാണ് വീണത്. അതായത് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിക്കണം. ഹദ്റത്ത് ഉമ്മ ആല പറയുന്നു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ
ഞങ്ങളുടെ അടുത്ത് താമസിച്ചു. അദ്ദേഹം രോഗിയായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പരിചരിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ തന്നെ പൊതിഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ. അബൂ സാഹിബ്, ഇത് അദ്ദേഹത്തിന്റെ വിളിപ്പേരായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊമിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഈ വാക്കുകൾ അവർ പറഞ്ഞു. ഹദ്റത്ത് ഉമ്മ ആല, അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ. അബൂ സാഹിബ്, എന്റെ സാക്ഷ്യം താങ്കളെക്കുറിച്ച് ഇതാണ്. അള്ളാഹു താങ്കൾക്ക് തീർച്ചയായും ആദരവ് നൽകിയിരിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞു റസൂൽ തിരുമേനിക്ക് മുന്നിൽ വെച്ച് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു താങ്കൾക്ക് തീർച്ചയായും ആദരവ് നൽകിയിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവരിൽ നിന്ന് കേട്ടപ്പോൾ ചോദിച്ചു. പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം അള്ളാഹു അദ്ദേഹത്തിന് നിശ്ചയമായും ആദരവ് നൽകിയിരിക്കുന്നു എന്ന്? പറയുന്നു, ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എന്റെ മാതാപിതാക്കൾ താങ്കൾക്ക് ദണ്ഡമായിരിക്കട്ടെ, എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ എന്റെ വികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതുവരെ ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഫാത്തായി. ഞാൻ അദ്ദേഹത്തിന്റെ നന്മ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു തീർച്ചയായും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. എന്നാൽ അള്ളാഹുവാണ് സത്യം. അവിടുന്ന് ഇതുകൂടി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എനിക്ക് പോലും അറിയില്ല ഹദ്റത്ത് ഉസ്മാനോട് എങ്ങനെ പെരുമാറുമെന്ന്. ദുആ തീർച്ചയായും ഉണ്ട്, എന്നാൽ എനിക്കിത് പറയാൻ സാധ്യമല്ല. തീർച്ചയായും നീ ആദരവ് നൽകിയിരിക്കുന്നെന്ന്. ഞാനാകട്ടെ അള്ളാഹുവിന്റെ റസൂലും ആകും. ഇത് കേട്ട് ഹദ്റത്ത് ഉമ്മയാല പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അതിനുശേഷം ഞാൻ ആരെയും തന്നെ വെറുതെ പരിശുദ്ധരാക്കുകയില്ല, ഇത്തരം വാക്കുകൾ ആവർത്തിക്കുകയില്ല. തീർച്ചയായും താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നെ ഈ ദുഃഖിതയാക്കി പറയുന്നു, ഞാൻ ഉറങ്ങി. ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഉറങ്ങിയ ഒരു പ്രത്യേകമായ ബന്ധം ഉണ്ടായിരുന്നു, വികാരാവേശം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും പറയുന്നു, ഞാൻ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഹദ്റത്ത് ഉസ്മാന്റെ ഒരു അരുവി കാണിക്കപ്പെട്ടു. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിന്റെ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയപ്പെട്ടു അത് ഹദ്റത്ത് ഉസ്മാന്റെ അരുവിയാണ്. ഈ സ്വപ്നം കണ്ടതിനു ശേഷം പറയുന്നു, ഞാൻ പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഞാൻ അങ്ങയോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ ഇപ്രകാരം സ്വപ്നം കണ്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് അദ്ദേഹത്തിന്റെ കർമ്മം ആണ്. ഈ അരുവി ഒഴുകുന്നത് അത് താങ്കൾക്ക് അല്ലാഹു കാണിച്ചു തന്നു. അത് സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മമാണ്. ആ അരുവി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ ഒരു രീതിയായിരുന്നു. വെറുതെ മാത്രം ദൃഢതയോടുകൂടി അള്ളാഹുവിന്റെ പൊറുക്കലിനെ കുറിച്ച് സാക്ഷ്യം നൽകാതിരിക്കുക. അതെ, എന്നാൽ സ്വപ്നത്തിൽ ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊന്റെ ഉന്നതമായ കർമ്മം ഒരു അരുവിയുടെ രൂപത്തിൽ ഉമ്മയാലക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സാക്ഷ്യപ്പെടുത്തി. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനറിയാമായിരുന്നു, ഈ ബദരി സഹാബാക്കളോട് അള്ളാഹു തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയും അങ്ങയെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വികാരം പ്രകടിപ്പിച്ചതും വ്യക്തമാക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങയെക്കുറിച്ച് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹു ആ ദുആ കേൾക്കുമെന്ന്, അള്ളാഹുവിന്റെ സാമീപ്യം അദ്ദേഹം കരസ്ഥമാക്കുന്നവനായി തീരുമെന്ന്. എന്നിട്ടും അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആരെയും കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയാൻ സാധ്യമല്ല. മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ ഈ വിഷയം ഇപ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഖാരിജ ബിൻ സെയ്ദ് തന്റെ മാതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അവർ പറഞ്ഞു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ മസ്ഊൻ മരണപ്പെട്ടപ്പോൾ ഖാരിജ ബിൻ സെയ്ദിന്റെ മാതാവ് പറഞ്ഞു, അബൂ സാഹിബ്, താങ്കൾ പരിശുദ്ധനാണ്. താങ്കളുടെ ആ ദിവസം വളരെ നല്ല ദിവസങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാരാണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഉസ്മാൻ ബിൻ മസ്ഊൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഈ വിധമായിരുന്നു. ഇത് എനിക്ക് വ്യക്തമാക്കി തരുന്നു. തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടു കൂടി പെരുമാറിയിരിക്കുന്നു. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ബിൻ മസ്ഊൻ, നാം അദ്ദേഹത്തിൽ നന്മയില്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായും അദ്ദേഹത്തിൽ നന്മയില്ലാതെ അദ്ദേഹത്തിൽ മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അവിടുന്ന് പറഞ്ഞു, ഈ കാര്യവും ഓർക്കുക, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, എന്നാൽ അള്ളാഹുവാണ് സത്യം, എനിക്കും അറിയില്ല എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടായി മറ്റാരും ഇല്ല. അവിടുന്ന് അള്ളാഹുവിന്റെ പ്രേമഭാജനമാണ്.
എന്നാൽ അള്ളാഹുവിന്റെ നിരാശ്രയത്വം, അവനോടുള്ള ഭയവും ഖശിയത്തും ഇപ്രകാരം ആണ്. തന്നെ കുറിച്ച് പോലും പറയുന്നു, എനിക്ക് പോലും എന്നോട് പ്രകാരം പെരുമാറുമെന്ന്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഭയപ്പെടേണ്ടതാണ്, നാം എത്രമാത്രം വ്യാകുലപ്പെടേണ്ടതാണ്. നന്മ ചെയ്യുക, അള്ളാഹുവിന്റെ ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുക. അത് മുഖേന ഈ കാര്യം കൊണ്ട് ഒരിക്കലും തന്നെ അഹങ്കരിക്കരുത്, മറിച്ച് വിനയത്തിൽ മുന്നേറുക. എപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ടിരിക്കുക. അവൻ തന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിന്റെ മറ്റൊരു റിവായത്തിൽ ഇത് രേഖപ്പെട്ട് കിടക്കുന്നു. ഹസ്രത്ത് ഉമ്മ ആല പറയുന്നു, ഞങ്ങളുടെ അടുത്ത് ഉസ്മാൻ ബിനു മസ്ഊൻ രോഗിയായി ഞങ്ങൾ അദ്ദേഹത്തെ പരിചരിച്ചു. എന്നാൽ അദ്ദേഹം വഫാത്തായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ തന്നെ പൊതിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഓ അബൂ സാഹിബ്, അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ. ഇത് താങ്കളുടെ മേൽ എന്റെ സാക്ഷ്യമാണ്. അള്ളാഹു താങ്കൾക്ക് ആദരവ് നൽകിയിരിക്കുന്നു, വളരെയധികം ബഹുമാനവും നൽകിയിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കെങ്ങനെ അറിയാം അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു എന്ന്? പറയുന്നു, എനിക്കറിയില്ല, എന്റെ മാതാപിതാക്കൾ താങ്കൾക്ക് ദണ്ഡമായിരിക്കട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് ആ ഉറച്ച വിളി, അതായത് മരണം അദ്ദേഹത്തിന്റെ നാഥനിൽ നിന്ന് വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ നന്മയാണ് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തോട് നന്മയോടുകൂടി പെരുമാറും. എന്നാൽ അള്ളാഹു ആണ് സത്യം, എനിക്ക് പോലും അറിയില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, എന്നോട് എന്തായിരിക്കും ചെയ്യുക എന്ന് പറയുന്നു. ഇതിനുശേഷം ഞാൻ ഒരാളെയും പരിശുദ്ധനായി പറയുകയില്ല. എന്നാൽ ഇതിനുശേഷം ഈ കാര്യം എന്നെ ദുഃഖിപ്പിച്ചു. പിന്നീട് ആ സ്വപ്നത്തെക്കുറിച്ച് അവർ പറയുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കേൾപ്പിച്ചു. ഹദീസിന്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ, വിവിധ ഹദീസുകളിൽ ഈ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയും ഉണ്ടായിരുന്നു. എപ്പോഴും അത് ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ആ നന്മയുടെ മാതൃക നമ്മളും നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കുന്നവരായി തീരട്ടെ. അടുത്ത സഹാബിയെ കുറിച്ച് പറയുന്നത്, അത് ഹസ്രത്ത് വഹബിന് സഅദ് ബിൻ അബി സറഹ് ആണ്. ഹസ്രത്ത് വഹബിന്റെ പേര് സഅദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു ആമിർ ബിൻ ലൂയി ഗോത്രവുമായിട്ടായിരുന്നു. അദ്ദേഹം അബ്ദുല്ല ബിൻ സഅദ് ബിൻ അബി സറഹിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് മുഹാന ബിൻ ജാബിർ എന്നായിരുന്നു. അവർ അഷ്അരി ഗോത്രക്കാരിയായിരുന്നു. ഹസ്രത്ത് വഹബിന്റെ സഹോദരൻ അബ്ദുല്ല ബിൻ സഅദും സഅദ് ബിൻ അബി സറഹ് ആ വഹി എഴുതുന്ന ആളായിരുന്നു. പിന്നീട് ആൾ മുർത്തദ്ദായി തീരുകയാണ്. ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ച് മുസ്ലിം മൗദ് ഈ സംഭവത്തിന്റെ വിശദീകരണം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന ആൾ, അയാളുടെ പേര് അബ്ദുല്ല ബിൻ അബി സർഹ എന്നായിരുന്നു. സീറത്തുൽ ഹൽബയിൽ എഴുതിയിരിക്കുന്നു, അദ്ദേഹം ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു. ഏതായിരുന്നാലും പിന്നീട് അവിടുന്ന് എഴുതുന്നു, അങ്ങയുടെ മേൽ ഏതെങ്കിലും ഒരു വഹി ഇറങ്ങും, ഇദ്ദേഹത്തെ വിളിപ്പിച്ച് അത് എഴുതിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അവിടുന്ന് സൂറത്തുൽ മുഅ്മിനീനിന്റെ ആയത്ത് 14-15 എഴുതിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് ഈ ഭാഗത്ത് എത്തിയപ്പോൾ സുമ്മ അൻഷഅനാ ഖൽഖൻ ആഖിർ, അപ്പോൾ ആ വഹി എഴുതുന്ന ആളുടെ വായിൽ നിന്ന് അനിയന്ത്രിതമായി പുറത്തു വന്നു, ഫതബറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൂറത്തുൽ മുഅ്മിനീന്റെ 15-ാമത്തെ ആയത്തിൽ ആണിതുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് തന്നെയാണ് വഹി, ഇതിനെ എഴുതിക്കൊള്ളാം. ആ നിർഭാഗ്യവാന് ഈ ചിന്ത ഉണ്ടായില്ല. കഴിഞ്ഞ ആയത്തുകളുടെ ഫലമായി ഈ ആയത്ത് പ്രകൃതിപരമായി തന്നെ സ്വയം ആയിത്തീരുന്നതാണ്. അയാൾ വിചാരിച്ചു, ഏതുപോലെ എന്റെ വായിൽ നിന്ന് ഈ ആയത്ത് പുറത്തു വന്നുവോ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വഹിയായി നിശ്ചയിച്ചു. അതുപോലെ അദ്ദേഹം നഊദു ബില്ലാഹ് സ്വയം മുഴുവൻ ഖുർആനും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ മുർത്തദ്ദായി. അങ്ങനെ മക്കയിലേക്ക് തിരിച്ചുപോയി. മക്ക വിജയ സമയത്ത് ഏതെല്ലാം ആളുകളെയാണോ വധിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകിയത്, അതിൽ ഒരാൾ
അബ്ബിന് സഅദ് ബിൻ അബീസറ ആയിരുന്നു. എന്നാൽ ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അഭയം നൽകി. ഈ അഭയത്തിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: മക്ക വിജയ സമയത്ത് അബ്ദുല്ല ബിൻ അബീസറഹിന് അറിയാൻ സാധിച്ചു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വധിക്കാനായി കൽപ്പിച്ചിട്ടുണ്ട്. അയാൾ തന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഓ എന്റെ സഹോദര, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടുത്തറുക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അഭയം നൽകുക. സിറത്തുൽ ഹൽബിയയിൽ എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, അയാൾ അങ്ങയുടെ വീട്ടിൽ 3-4 ദിവസം ഒളിച്ചിരുന്നു. ഒരു ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയപ്പോൾ ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ല ബിൻ അബീ സർഹിനെ അങ്ങയുടെ സമക്ഷം കൊണ്ടുചെന്നു. എന്നിട്ട് ബൈഅത്ത് സ്വീകരിക്കാൻ അപേക്ഷിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം നിശബ്ദനായിരുന്നു. പിന്നീട് അവിടുന്ന് അയാളുടെ ബൈഅത്ത് വാങ്ങിച്ചു. ഇപ്രകാരം അയാൾ രണ്ടാമതും ഇസ്ലാം സ്വീകരിച്ചു. മറ്റു ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇയാളുടേതായി. ഇത് കാരണമാണ് ഇയാളെ വധിക്കാനായി പറഞ്ഞിരുന്നത്. ഫിത്നയുടെയും ഫസാദും പ്രകോപനമുണ്ടാക്കലും കാരണം. അതല്ലാതെ ഒരു കാരണം മാത്രമായിരുന്നില്ല. അതായത് മുർത്തദായതുകൊണ്ടല്ല വധിക്കാനായി കൽപ്പന നൽകിയത്. ആസിം ബിൻ ഉമർ വിവരിക്കുന്നു, ഹസ്രത്ത് വഹബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ അദ്ദേഹം കുൽസും ബിൻ ഹദിമിന്റെ അവിടെ താമസിച്ചു. ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് വഹബിനും ഹസ്രത്ത് സുവൈദ് ബിൻ അമറിനും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഇവർ രണ്ടുപേരും, അതായത് ഈ രണ്ട് സഹോദരന്മാരായി തീർന്നവർ മുഅത്ത യുദ്ധത്തിന്റെ ദിവസം ഷഹീദായി. ഹസ്രത്ത് വഹബ് ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുദൈബിയ, ഖൈബർ എന്നിവയിൽ പങ്കെടുത്തു. അദ്ദേഹം ജമാദിൽ അവൽ 8 ഹിജ്രിയിൽ മുഅത്ത യുദ്ധത്തിൽ ഷഹീദായി. ഷഹാദത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 40 വയസ്സായിരുന്നു. മുഅത്ത യുദ്ധം എന്തായിരുന്നു? ഇതിന്റെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് തിബ്കാത്തുൽ കുബ്രായിൽ കുറച്ച് പരാമർശമുണ്ട്. ഈ യുദ്ധം ജമാദിൽ അവൽ 8 ഹിജ്രിയിലാണ് നടന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് ബിൻ ഉമൈറിനെ സന്ദേശവാഹകനായിക്കൊണ്ട് ബുസ്രയിലെ രാവിന്റെ പക്കൽ കത്തുമായി അയച്ചു. അദ്ദേഹം മുഅത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ഷറാബിൽ അംർ അസാനി, ഷറാബിൽ കൈസർ നിശ്ചയിക്കപ്പെട്ട ഷാമിലെ അമീർമാരിൽ ഒരാളായിരുന്നു. സിറത്തുൽ ഹൽബിയ അനുസരിച്ച് അയാൾ അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ ഷഹീദാക്കി. ഹദ്റത്ത് ഹാരിസ് ബിൻ ഉമൈറിനെ കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സന്ദേശവാഹകനെയും ഷഹീദാക്കപ്പെട്ടിട്ടില്ല. ഈ ദുഃഖ സംഭവത്തിന്റെ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത് വളരെയധികം പ്രയാസപ്പെടുത്തി. അങ്ങയിൽ വളരെയധികം ദുഃഖമുണ്ടായി. അവിടുന്ന് ആളുകളെ യുദ്ധത്തിനായി വിളിച്ചു. ആളുകൾ സമ്മേളിച്ചു. അവരുടെ എണ്ണം 3000 ആയിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരുടെ എല്ലാവരുടെയും അമീർ ഹദ്റത്ത് സയ്യിദ് ബിൻ ഹാരിസ് ആണ്. ഒരു വെളുത്ത പതാക ഊക്കി അത് സയ്യിദിന് നൽകിക്കൊണ്ട് ഈ ഉപദേശം നൽകി, ഹദ്റത്ത് ഹാരിസ് ബിൻ ഉമൈർ എവിടെ വെച്ചാണോ ഷഹീദാക്കപ്പെട്ടത് അവിടെ ചെന്ന് ആളുകൾക്ക് ഇസ്ലാമിന് സന്ദേശം നൽകുക. അഥവാ അവർ സ്വീകരിക്കുകയാണെങ്കിൽ നല്ലത്, അല്ല എങ്കിൽ അവർക്കെതിരിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുക. ഹദ്റത്ത് വഹബും യുദ്ധത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമറിൽ നിവേദനം. ഈ യുദ്ധത്തിന് വിശദീകരണം കൂടുതൽ വിവരിക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്ത യുദ്ധത്തിനായി ഹസ്രത്ത് സയ്യിദ് ബിൻ ഹാരിസയെ അമീറായി നിശ്ചയിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ സയ്യിദ് ഷഹീദാവുകയാണെങ്കിൽ ജാഫർ അമീറായിരിക്കും. ജാഫർ ഷഹീദായാൽ അബ്ദുല്ല ബിൻ റവാഹ നിങ്ങളുടെ അമീറായിരിക്കും. ഈ സൈന്യത്തെ ജയ്ഷെ ഉമറ എന്നും പറയാറുണ്ടായിരുന്നു. ഒരു യഹൂദി അവിടെ സമീപത്തുണ്ടായിരുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് ഇത് എഴുതിയിരിക്കുന്നു. ഒരു റിവായത്തിൽ ഇതുമുണ്ട്. അവിടെ സമീപത്ത് ഒരു യഹൂദി അപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത്
അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ടപ്പോൾ ഹദ്റത്ത് സെയ്ദിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ് എങ്കിൽ നിങ്ങൾ 3 പേരിൽ ഒരാളും തന്നെ രക്ഷപ്പെട്ട് തിരിച്ചു വരികയില്ല. അപ്പോൾ ഹദ്റത്ത് സെയ്ദ് പറഞ്ഞു, ഞാൻ ജീവനോടെ തിരിച്ചു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ഈ കാര്യം തികച്ചും സത്യമാണ്. ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യനബിയും റസൂലുമാണ്. ഈ യുദ്ധത്തിന്റെ അവസ്ഥയുടെ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു. ശുഹദാക്കളെ കുറിച്ചുള്ള റിവായത്തുണ്ട്. ഹദ്റത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദ് പതാക എടുത്തു, അദ്ദേഹം ഷഹീദായി. പിന്നീട് ജാഫർ അത് ഏറ്റെടുത്തു, അദ്ദേഹവും ഷഹീദായി. പിന്നീട് അബ്ദുല്ല ബിൻ റവാഹ പതാക പിടിച്ചു, അദ്ദേഹവും ഷഹീദായി. ഈ വാർത്ത നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. പിന്നീട് അവിടുന്ന് പറഞ്ഞു, പിന്നീട് പതാക ഖാലിദ് ബിൻ വലീദ് നേതാവല്ല എന്ന നിലയിൽ പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വിജയം ലഭിച്ചു. അള്ളാഹു ഈ സഹാബാക്കളുടെ സ്ഥാനം ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ഇവരെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഇനി ഞാൻ ചില മർഹൂമിങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അവരുടെ ജനാസയും നമസ്കരിപ്പിക്കും. ആദ്യത്തെ സ്മരണ ബഹുമാനപ്പെട്ട മലിക് മുഹമ്മദ് അക്രം സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം മുറബി സിൽസില ആയിരുന്നു. 25 ഏപ്രിലിന് ഇന്നലെ മാഞ്ചസ്റ്ററിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ജനാസ ഇവിടെ ഹാസിർ ആണ്. നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ ഞാൻ പുറത്തുപോയി നമസ്കരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഫെബ്രുവരി 2, 1947 ഇദ്ദേഹം മലിക്വാൽ ജില്ല ഗുജറാത്തിലാണ് ജനിച്ചത്. 1961 ഇദ്ദേഹം സ്വയം ബൈഅത്ത് ചെയ്തു, ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ആദ്യം അഹമ്മദിയായിരുന്നു. മാസ്റ്റർ ആദം സാഹിബ് അദ്ദേഹത്തിന്റെ തബ്ലീഗിലൂടെ ഇദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഇദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു, എനിക്ക് അത് ഓർമ്മയുണ്ട്. അതിൽ ഇതാണ് എഴുതിയിരുന്നത്, ഞാൻ റബോയിൽ വിദ്യാഭ്യാസത്തിനായി വന്നു, പിന്നീട് അതിനുശേഷം ബൈഅത്ത് ചെയ്തു, റബോയിലെ അന്തരീക്ഷത്താൽ സ്വാധീനിക്കപ്പെട്ടു. ഏതായിരുന്നാലും 1962 ഇദ്ദേഹം തന്നെ സ്വയം ബൈഅത്തിന് ശേഷം ജമാഅത്തിന് വേണ്ടി വഖഫ് ചെയ്തു. ജമാഅത്ത് സേവനത്തിനായി ബൈഅത്ത് ചെയ്തു. BA ചെയ്തതിനു ശേഷം ഷാഹിദും അറബി ഫാദിൽ ഡിഗ്രിയും അദ്ദേഹം കരസ്ഥമാക്കി. ഇദ്ദേഹത്തിന്റെ നിയമനം 1971 മുറബിയായി നടന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇദ്ദേഹത്തിന്റെ നിക്കാഹ് 1977 അമത്തുൽ കയ്യൂം സാഹിബ മൗലവി അബ്ദുൽ ബഷീർ ഗഫൂർ സാഹിബിന്റെ മകളുമായി നടത്തി. ഇദ്ദേഹം പാകിസ്ഥാനിൽ വിവിധ പ്രദേശങ്ങളിൽ പിന്നീട് വിദേശ രാജ്യങ്ങളിലും സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. UK-യിൽ ഓക്സ്ഫോർഡ്, മാഞ്ചസ്റ്റർ, ആസ്കോ, കാഡിസ് എന്നീ ജമാഅത്തുകളിൽ 30 വർഷം വരെ സേവനം ചെയ്തു. ഇദ്ദേഹത്തിന്റെ മൊത്തം സേവനകാലം 48 വർഷമാണ്. UK-യിലും ഇദ്ദേഹം നായിബ് അഫ്സർ ജസാഗാഹ് ആയിരുന്നു അനേകം വർഷം. 71 മുതൽ 73 വരെ പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ നിയമിതനായിരുന്നു. 73 മുതൽ 77 വരെ ഗാംബിയയിലായിരുന്നു. വീണ്ടും 77 മുതൽ 79 വരെ കറാച്ചി പാകിസ്ഥാനിലായിരുന്നു. 79 മുതൽ 80 വരെ റബോയിൽ മർക്കസിൽ വക്കാലത്തെ തബ്ഷീറിലായിരുന്നു. 80 മുതൽ 83 വരെ നൈജീരിയയിലെ മിഷണറി കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് ഇദ്ദേഹം തിരിച്ച് റബോയിലേക്ക് വന്നു. 89 വരെ ഇദ്ദേഹം റബോയിലായിരുന്നു. 89 മുതൽ 2018 വരെ ഇദ്ദേഹം UK-യിൽ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ രോഗം കാരണം ആദ്യം അദ്ദേഹം തന്റെ പ്രായമനുസരിച്ച് 2007 റിട്ടയർ ആയി. ഫെബ്രുവരി 2007 അതിനുശേഷം വീണ്ടും റീ എംപ്ലോയ് ആയി. 2018 വരെ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസം രോഗം കാരണം വഖഫെ ജിന്ദഗി വഖഫിൽ തന്നെ ആയിരിക്കും. ഏതായിരുന്നാലും ആക്റ്റീവ് സേവനത്തിൽ സേവനം ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആയി. എന്നാൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ഏതാനും മാസം മാത്രമാണ് ഇദ്ദേഹം ഇങ്ങനെ സേവനം ചെയ്യാതെ കഴിച്ചുകൂട്ടിയത്. അങ്ങനെ ഒരർത്ഥത്തിൽ സേവനം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ജീവൻ സമർപ്പിച്ചു. അമീർ സാഹിബ് UK എഴുന്നു. വലിയ അധ്വാനിഷിയായ അനുസരണമുള്ള ആളായിരുന്നു. പ്രകൃതം വളരെയധികം എളിമയോട് കൂടിയതായിരുന്നു. എന്തൊരു ജമാഅത്തി സേവനം അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും വളരെ അധ്വാനത്തോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുമായിരുന്നു.
റിപ്പോർട്ടും ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്ററിൽ നിയമിതനായപ്പോൾ മസ്ജിദ് ബൈത്തുൽ അമാൻ നിർമ്മിക്കപ്പെട്ടു. മലിക് സാഹിബ് മസ്ജിദിന് ഫണ്ട് സ്വരൂപിക്കുന്നതിൽ വളരെ പ്രവർത്തനനിരതമായ പങ്കുവഹിച്ചു. അത്താൽ മുജീദ് റാഷിദ് സാഹിബ് പറയുന്നു, അക്രം സാഹിബ് വളരെ നല്ല സ്വഭാവത്തിന്റെയും ഗുണങ്ങളുടെയും ഉടമയായിരുന്നു. വളരെ നല്ല വിശ്വസ്തനായ മുഖ്ലിസായ ആത്മാർത്ഥതയുള്ള അഹമ്മദിയായിരുന്നു. ആവേശം ഉള്ള മുബല്ലിഗും ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുന്ന ഖിലാഫത്തിന്റെ അനുസരണത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമുള്ള സേവകനായിരുന്നു. മജീദ് സിയാൽകോട്ടി സാഹിബ് എഴുതുന്നു, അനേകം ഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത കാര്യം അദ്ദേഹം ഖിലാഫത്തിന്റെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത നിറഞ്ഞ സേവകനായിരുന്നു. തബ്ലീഗിനുള്ള അദ്ദേഹത്തിന്റെ ആവേശം വളരെ അധികമായിരുന്നു. പറയുന്നു, പഠിക്കുന്ന സമയത്തും സിയാൽകോട്ടി സാഹിബ് പറയുകയാണ്, ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്ത് അവധിക്കാലത്ത് ഒരിക്കൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞു, നമുക്ക് തബ്ലീഗ് ചെയ്യാം. പിന്നീട് തബ്ലീഗിൽ മുഴുകുകയും ചെയ്തു. ഖുദ്ദാം അൻസാറുൽ കീഴിൽ സേവനം ചെയ്യുന്നതിനു വേണ്ടി തന്റെ അവധി അദ്ദേഹം വഖഫ് ചെയ്തു. എപ്പോഴും വലിയ അനുസരണത്തോട് അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. അക്രം ഖാലിദ് സാഹിബ് ലണ്ടനിലെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ ഈ സുഹൃത്ത് പിന്നീട് എന്റെ ബന്ധുവുമായി, ഇദ്ദേഹത്തിന്റെ വിവാഹത്തിലൂടെ ബന്ധുവായി, ഭാര്യയുടെ ഭാഗത്ത് ബന്ധുവായിരുന്നു. ഇദ്ദേഹം എഴുതുന്നു, എവിടെയെല്ലാം അദ്ദേഹം നിയമിതനായിരുന്നുവോ വളരെ സ്നേഹത്തോടുകൂടി ജമാഅത്ത് അംഗങ്ങളുടെ ഹൃദയം ജയിച്ചടക്കി. രോഗാവസ്ഥയിലും എവിടെയെല്ലാം സേവനം ചെയ്തു അവിടെയെല്ലാം, പ്രത്യേകിച്ച് മാഞ്ചസ്റ്ററിലെ ആളുകൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്മരിക്കാറുണ്ട്. ജമാഅത്തിലെ കുട്ടികളോട് യുവാക്കളോട് വലിയ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധമായിരുന്നു. ഇതിനൊരു ഉദാഹരണം നൽകിക്കൊണ്ട് ഹസൻ ഖാലിദ് പറയുന്നു, എന്നോട് പറയുകയുണ്ടായി, ആ കുട്ടികൾ ഇപ്പോൾ യുവാക്കളായി തീർന്നിരിക്കുന്നവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അവരിൽ ഒരു കുട്ടി വിവാഹത്തിന് ശേഷം ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ രാത്രി 2:30-3 മണിക്ക് എനിക്ക് ഫോൺ ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, മുറബി സാഹിബ്, എനിക്ക് മകൻ ജനിച്ചിരിക്കുന്നു. പറയുന്നു, അക്രം സാഹിബ് പറയണം, ആദ്യം എനിക്ക് ഹൃദയത്തിൽ ചിന്ത ഉണ്ടായി, രാത്രിയിൽ ഈ വാർത്ത നൽകുന്ന സമയമാണോ, രാവിലെ പറയാമായിരുന്നുവല്ലോ. എന്നാൽ ഈ കുട്ടിക്ക് തന്റെ മിഷണറിയോട്, തന്റെ മുബല്ലിഗിനോട് ഉണ്ടായിരുന്ന സ്നേഹം, തർബിയത്ത് ചെയ്യുന്ന ആളോടുണ്ടായിരുന്ന സ്നേഹം പറയുന്നു. അടുത്ത വാചകത്തിൽ അവൻ എന്റെ വായടപ്പിച്ചു കളഞ്ഞു. ആ ആൺകുട്ടി പറഞ്ഞു, മുറബി സാഹിബ്, ഞാൻ ഈ പ്രതിജ്ഞ ചെയ്തിരുന്നു, അള്ളാഹു എനിക്ക് എപ്പോഴാണോ കുട്ടിയെ നൽകുന്നത്, ഞാൻ ഏറ്റവും ആദ്യം അത് താങ്കളെ അറിയിക്കും. ഇപ്പോൾ താങ്കളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്റെ പിതാവിനെ അറിയിക്കുന്നതായിരിക്കും. ഈ സ്നേഹവും ആയിരുന്നു ആളുകൾക്കും ഇദ്ദേഹത്തോട്, ഇദ്ദേഹത്തിന് ജമാഅത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധവും. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിന് ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ജനാസ ഹാസിറാണ്. ഞാൻ പുറത്തുപോയി ഞാൻ പറഞ്ഞതുപോലെ നമസ്കരിപ്പിക്കും നമസ്കാരത്തിന് ശേഷം. രണ്ടാമത്തെ ജനാസ ഗായിബ് ആണ്. അത് ചൗധരി അബ്ദുൽ ഷുക്കൂർ സാഹിബ് മുറബി സിൽസിലയുടേതാണ്. ഇദ്ദേഹം ചൗധരി അബ്ദുൽ അസീസ് സാഹിബ് സിയാൽകോട്ടിയുടെ മകനായിരുന്നു. ഏപ്രിൽ 12-ന് ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം നവംബർ 10, 1935 ജനിച്ചത്. ജന്മന അഹമ്മദിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ 1901 ബൈഅത്ത് ചെയ്തു. ബഹുമാൻ അബ്ദുൽ ഷുക്കൂർ സാഹിബ് FA ചെയ്തു. പിന്നീട് ഷാഹിദ് ആയി. പിന്നീട് മൗലവി ഫാസിൽ എടുത്തു. ജൂൺ 1956 ജീവിതം വഖഫ് ചെയ്തു. അതിനു മുമ്പ് റെയിൽവേയിൽ ടൈപ്പിസ്റ്റ് ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. 1962 മൗലവി ഫാസിൽ പരീക്ഷ പാസായി. 1963 ജാമിയ അഹമ്മദിയയിൽ നിന്ന് ഷാഹിദ് പരീക്ഷ പാസായി. ജൂലൈ 1963 അദ്ദേഹത്തിന്റെ നിയമനം വക്കാലത്തെ മാൽ സാനിയിൽ നടന്നു. പിന്നീട് റബോയിലെ വിവിധ ഓഫീസുകളിൽ അദ്ദേഹം സേവനം ചെയ്തു. 1964 ഇസ്ലാം മത പ്രചാരണത്തിനായി സിറാലിയൂണിൽ അയച്ചു. 1968 വരെ അവിടെ സേവനം ചെയ്തു. 70 ഡിസംബർ മുതൽ ഡിസംബർ 73 വരെ ഘാനയിലായിരുന്നു. 75 മുതൽ 78 വരെ ഗാംബിയയിലായിരുന്നു. 1980 ഫെബ്രുവരി മുതൽ ഏപ്രിൽ
1987 വരെ ലൈബീരിയയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഈ രാജ്യങ്ങളിൽ ഇദ്ദേഹം അമീറും മിഷണറി ഇൻചാർജുമായി സേവനം ചെയ്യാൻ തൗഫീക്ക് നേടി. 1990 അങ്ങയെ നായിബ് വക്കീലുമായി നിയമിതനായി. നായിബ് വക്കീൽ മൽ സാലിസ്, സെക്രട്ടറി കമ്മിറ്റി ആബാദി, നായിബ് വക്കീൽ മൽ സാനി എന്നീ നിലകളിലും സേവനം ചെയ്തുകൊണ്ടിരുന്നു. 1995 റിട്ടയർമെന്റിന് ശേഷം 2004 വരെ റീ എംപ്ലോയ് ആയി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. കണ്ണുകളിൽ പ്രയാസം കാരണം, ഗ്ലൂക്കോമ കാരണം 2004 അദ്ദേഹം റിട്ടയർ ആയി. ഇദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അബ്ദുൽ സബൂർ സാഹിബ്, അദ്ദേഹം അമേരിക്കയിലാണ് താമസം. പറയുന്നു, എന്റെ പിതാവ് വളരെ സാധാരണക്കാരനും അധ്വാനിയുമായിരുന്നു. ലൈബീരിയയിൽ അമീർ മിഷൻ ഇൻചാർജും ആയിരുന്നപ്പോൾ തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരിക്കുന്നത് കാണാൻ സാധിച്ചു. വളരെ അധ്വാനത്തോടുകൂടി ഖുത്ബകൾക്ക് വേണ്ടി തയ്യാർ നടത്തുമായിരുന്നു. വിശുദ്ധ ഖുർആൻ, ഹദീസ്, ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ, ബൈബിൾ മുതലായവയിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് ഉന്നതമായ ഖുത്ബ നിർവഹിക്കുമായിരുന്നു. ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തബ്ലീഗ് ചെയ്യുമായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ എല്ലാവരെയും സഹോദരി സഹോദരന്മാരുടെ വിദ്യാഭ്യാസത്തിന് മുഴുവൻ തന്റെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് പൂർത്തിയാക്കി. ഞങ്ങളെ എല്ലാവരെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കൃതരാക്കി. മഹമ്മൂദ് താഹിർ സാഹിബ് പാകിസ്ഥാനിൽ ഖായിദെ ഉമൂമിയാണ്, അൻസാറുല്ലായുടെ. അദ്ദേഹം പറയുന്നു, വളരെ നിശബ്ദനായി സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ജോലിയുമാക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. വളരെ നല്ല അഭിപ്രായം പറയുന്ന ആളായിരുന്നു. നായിബ് വക്കീലു തബ്ഷീറാണ് ഷെയ്ഖ് ഹാരിസ് സാഹിബ് പറയുന്നു, വലിയ വിനയം ഉള്ള ആളായിരുന്നു. നല്ല സ്വഭാവ ഗുണമുള്ള ആളായിരുന്നു. ശുദ്ധമായ പ്രകൃതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. ഖിലാഫത്തിന്റെയും ജമാഅത്തിന്റെയും അങ്ങേറ്റത്തെ ആത്മാർത്ഥതയുള്ള കൂറുള്ള സേവകനായിരുന്നു. ഹൈദർ അലി ജഫർ സാഹിബ് ജർമ്മനിയിലെ നായിബ് അമീറാണ് ഇപ്പോൾ. അദ്ദേഹം പറയുന്നു, അബ്ദുൽ ഷുക്കൂർ സാഹിബ് ഒരുപാട് ഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. വളരെ മുഖ്ലിസായ, സാധാരണക്കാരനായ, വിനയാനിതനായ, അധ്വാനിയായ, ജമാഅത്ത് ധനം വളരെ സൂക്ഷ്മതയോടുകൂടി ചിലവ് ചെയ്യുന്ന ആളായിരുന്നു. ഒരു മുത്തക്കിയും നിയമം കണിശമായി പാലിക്കുന്ന ആളുമായിരുന്നു. ജമാഅത്തിന്റെ ബുക്ക് ഷോപ്പ് ലൈബീരിയയിൽ ഉണ്ടായിരുന്നത് വളരെ ഉന്നതമായ നിലയിൽ അത് നടത്തി. അതിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് പള്ളിയും മുറബി ഹൗസും പുതിയ നിലയിൽ നിർമ്മിച്ചു. ചെറിയത്ത് ഒരു ചെറിയ കോംപ്ലക്സ് നിർമ്മിച്ചു. അതിൽ ലൈബ്രറിയും ഉണ്ടായിരുന്നു, അതിഥി മന്ദിരവും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ഭാഗവും പള്ളിയിൽ ഉണ്ടാക്കിയിരുന്നു. മുറബി ഹൗസും ഉണ്ടായിരുന്നു. പള്ളിയുടെ നിർമ്മാണ സമയത്ത് സ്വയം തന്റെ കൈകൊണ്ടും തൊഴിലുകളോടൊപ്പം ചേർന്നുകൊണ്ട് ജോലി ചെയ്തു. ഒന്നാമതായി സ്വയം വരുമാനം ഉണ്ടാക്കി പള്ളി നിർമ്മിച്ചു, കോംപ്ലക്സ് ഉണ്ടാക്കി. പിന്നീട് സ്വയം തൊഴിലും ചെയ്തു. 1986 ഇദ്ദേഹം പറയുന്നു, ഹൈദർ അലി സാഹിബ്, ഞാൻ അദ്ദേഹത്തിന് ചാർജ് എടുത്തപ്പോൾ, അദ്ദേഹത്തിന് അവിടെ യാത്രയയപ്പ് നൽകിയപ്പോൾ, പള്ളിയും മിഷൻ ഹൗസിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം തന്നെ വളരെ അധ്വാനത്തോടുകൂടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ, അതിനെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞപ്പോൾ വളരെ വിനയപൂർവ്വം പറഞ്ഞു, എനിക്ക് മുമ്പ് ഒരു മുബല്ലിഗിന് ഈ സ്ഥലം വാങ്ങിക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയ എന്റെ കാലത്ത് ഇത് പൂർത്തിയായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തബ്ലീഗ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ തൗഫീക്ക് ലഭിച്ചത്. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉണ്ട്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ഗായിബ്, അത് ബഹുമാനപ്പെട്ട മലിക് സാലിം മുഹമ്മദ് സാഹിബ് മുഅല്ലിം വഖഫ് ജദീദിനാണ്. ഇദ്ദേഹം ഏപ്രിൽ 21, 2019 ദൈവവിധി പ്രകാരം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ മാതാമഹന്റെ പിതാവ് ഹസ്രത്ത് അല്ലാ ബക്ഷ് സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം സൂര്യചന്ദ്രഗ്രഹണത്തിന്റെ അടയാളം കണ്ട് ദോദ്രയിൽ നിന്ന് നടന്ന് കാദിയാനിൽ വന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യുവാനുള്ള ഭാഗ്യം നേടി. ഇദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഗുലാം അഹമ്മദ് സാഹിബ് ജമാഅത്തിന്റെ പ്രാരംഭ മുഅല്ലിമീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവും മുഅല്ലിമായിരുന്നു. ഇദ്ദേഹം 1959 ജനിച്ചത്. 76 അദ്ദേഹം ജാമിയ അഹമ്മദിയയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ പ്രായം കൂടിയത് കാരണം പ്രവേശനം ലഭിച്ചില്ല. അങ്ങനെ കോട്രിയിൽ ഒരു മില്ലിൽ അദ്ദേഹം
ഉദ്യോഗം സ്വീകരിച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു, എന്റെ പിതാ മലിക് ഗുലാം മുഹമ്മദ് സാഹിബ് അദ്ദേഹം മൗല്യമായിരുന്നു. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കോട്ടറിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം നല്ലതായി തോന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വഖഫ് ജദീദിന് കീഴിൽ മൗല്യമായി തന്റെ ജീവിതം വഖഫ് ചെയ്യുക. അങ്ങനെ അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് മൗല്യം ആയി. അപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. അവിടെ ആ ജോലിയിൽ അദ്ദേഹത്തിന് ആ കാലത്ത് 450 രൂപ ശമ്പളം ലഭിച്ചിരുന്നു. മൗല്യം ക്ലാസ്സിൽ വന്ന് അദ്ദേഹം ചേർന്നു. പിന്നീട് മൗല്യമായി. അവിടെ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് 135 രൂപയാണ് അദ്ദേഹത്തിനുള്ള അലവൻസ് ലഭിച്ചിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഈ ചിന്തയാണ് ഉണ്ടായിരുന്നത്, ഇതെനിക്ക് വലിയ ഒരു സ്ഥാനമാണ്. അള്ളാഹു എനിക്ക് ദീനി സേവനത്തിനുള്ള അവസരം നൽകിയിരിക്കുന്നു. 4ൽ 1 ഭാഗം അല്ലെങ്കിൽ 3ൽ 1 ഭാഗം വരുമാനം ലഭിച്ചിരുന്നു. നോക്കുക, വഖഫ് ചെയ്തപ്പോൾ ആദ്യം ഭൗതിക ഇത് സമ്പാദിക്കുകയായിരുന്നു. നഗർ പാർക്കിൽ ഇദ്ദേഹത്തെ നിയമിച്ചപ്പോൾ 1979 വളരെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു, അദ്ദേഹം സ്വയം ജമാഅത്തിന്റെ മുറബിയാണ്. എന്റെ മാതാവ് പറയുന്നു, നഗർ പാർക്കിലെ ഒരു ഗ്രാമത്തിൽ സെന്ററിലേക്ക് ഇദ്ദേഹത്തിന് മാറ്റം ലഭിച്ചപ്പോൾ അവിടെ ഒരു ദീർഘകാലമായി മൗല്യം ഹൗസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീട് വിറ്റ് കഴിഞ്ഞിരുന്നു. അങ്ങനെ പിതാവ് വളരെ ദൂരത്ത് നിന്ന് പകൽ വെള്ളവും മണ്ണും കൊണ്ടുവരും. അത് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് രാത്രി ഭാര്യയും ഭർത്താവും ചേർന്ന് കട്ടകൾ നിർമ്മിക്കും. അങ്ങനെ കട്ടകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും തങ്ങളുടെ സഹായികളെ കൂട്ടി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി. അവിടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാരംഭകാല മൗലവീങ്ങൾ സിന്ധിലും അവർ വലിയ ത്യാഗം ചെയ്തുകൊണ്ടാണ് അവിടെ കഴിച്ചുകൂട്ടിയത്. സ്വയം വളരെ ദൂര സ്ഥലത്തു നിന്ന് പോയി വെള്ളം കൊണ്ടുവന്നു, മണ്ണ് കൊണ്ടുവന്നു, പിന്നീട് കട്ടകൾ ഉണ്ടാക്കി സ്വയം തങ്ങളുടെ താമസിക്കാനുള്ള മുറി ഒരുക്കി. ജമാഅത്തിനോട് ഒരാവശ്യം ഉന്നയിച്ചില്ല. ഇദ്ദേഹത്തിന്റെ മകൻ തന്നെ എഴുതുന്നു, നഗർ പാർക്കിൽ അദ്ദേഹം പറയുന്നു, അവിടെ അദ്ദേഹത്തിന്റെ പക്കൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മീറ്റിംഗിന് വരുമ്പോൾ തനിക്ക് വേണ്ടി 1 മാസത്തേക്കുള്ള റേഷനും ഹോമിയോപ്പതി മരുന്നുകളും മറ്റു സാധനങ്ങളും കൊണ്ടുവരുമായിരുന്നു. കാരണം ഒട്ട ഏരിയയിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഈ വിധത്തിൽ മീറ്റിംഗിൽ വന്നതായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വഴി മറന്നുപോയി. അവിടുത്തെ പ്രദേശം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. മണലിൽ നടന്നതിന്റെ അടയാളം നോക്കിയാണ് വഴിയുടെ അടയാളം കണ്ടെത്തുന്നത്. ശരിയായ അടയാളം കണ്ടെത്താൻ സാധിച്ചില്ല, തിരിച്ചറിയാൻ സാധിച്ചില്ല. വഴി തെറ്റിപ്പോയി. ഇതിനിടയ്ക്ക് അതിന്റെ വെള്ളം തീർന്നു. വലിയ ചൂടാണ് സിന്ധിൽ ഉണ്ടായിരുന്നത്. ദാഹവും ക്ഷീണവും കാരണം അദ്ദേഹം ബോധരഹിതനായി വീണു. അവിടെ വീണ് കിടക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് 2 ആളുകൾ ഒട്ടകപ്പുറത്ത് അതിലൂടെ കടന്നുപോയി. അവർ കണ്ടൊരാൾ മണലിൽ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അറിയാൻ സാധിച്ചു ഇത് ഡോക്ടർ സാഹിബാണെന്ന്. കാരണം നഗർ പാർക്കിൽ അദ്ദേഹം ഹോമിയോപ്പതി മരുന്നുകൾ നൽകുമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ സാഹിബ് എന്ന പേര് പ്രസിദ്ധമായിരുന്നു. ഈ 2 ആളുകൾ അദ്ദേഹത്തിന്റെ രോഗികളായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തിന് വെള്ളം നൽകി. പിന്നീട് തങ്ങളുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്നു. അവിടെ രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം അദ്ദേഹത്തെ സെന്ററിൽ കൊണ്ടുവന്നാക്കി. ഇദ്ദേഹം എഴുതുന്നു, തന്റെ മക്കളെ നമസ്കാര കാര്യത്തിൽ ഉപദേശിക്കുമായിരുന്നു. സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നു. വഫാത്ത് ദിവസവും തഹജ്ജുദ് നമസ്കരിച്ചു. ഉമ്മയെയും എഴുന്നേൽപ്പിച്ചു. വളരെ നല്ല സ്വഭാവമുള്ള ആളുകളെ സ്നേഹിക്കുന്ന ആളായിരുന്നു. ആരെങ്കിലും മോശമായി പെരുമാറിയാലും ശരി എപ്പോഴും ക്ഷമ കൈക്കൊള്ളുകയും ഒരാൾക്കും മറുപടി നൽകുകയും ചെയ്യുമായിരുന്നില്ല. ആളുകളായി ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലും വളരെ നല്ല ആളായിരുന്നു. വളരെ പ്രസിദ്ധനായിരുന്നു. ആളുകൾ ഇദ്ദേഹത്തിന്റെ വിശ്വസ്തത കാരണം ഇദ്ദേഹത്തിന്റെ പക്കൽ അമാനത്ത് സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നീരസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സുൽഹ് ചെയ്യിപ്പിക്കുമായിരുന്നു. മർഹൂമിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യ കൂടാതെ 3 പെൺമക്കളും 3 ആൺകുട്ടികളും ഉണ്ട്. ഒരു മകൻ മുബാറക് അഹമ്മദ് മുനീർ സാഹിബ് ബുർക്കിനോ ഫാസോയിൽ മുറബിയായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം തന്റെ പിതാവിന്റെ മരണത്തിൽ പാകിസ്ഥാനിൽ പോകാനും സാധിച്ചില്ല. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ആ ആവേശത്തോടും ത്യാഗത്തോടും കൂടി ദീനീ സേവനത്തിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. 4ാമത്തെ ജനഗായിബാണ് ബഹുമാനപ്പെട്ട മോയേഷെ ജുമാ സാഹിബ്. ഇദ്ദേഹം തൻസാനിയക്കാരനായിരുന്നു. മാർച്ച് 13 ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1933-34 ഇദ്ദേഹം ജനിച്ചത്. തൻസാനിയയിലെ റീജൻ മോറോബോറോയിൽ. 1978 ഇദ്ദേഹം അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹം ജമാഅത്തിൽ പ്രവേശിച്ച സംഭവ പ്രകാരമാണ്. സുന്നി പണ്ഡിതന്മാർ അവിടെ അവരുടെ രീതി മരിച്ചവരുടെ ഖത്തം തീർക്കുന്നതിനും മരിച്ച കുട്ടികളുടെ അക്കീദ നടത്തുന്നതും ഒരു സ്ഥലത്താണ് നടത്തിയിരുന്നത്.
ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഖത്തം തീർക്കൽ, എന്താണ് മരിച്ചുപോയ കുട്ടിയുടെ അക്കീക്ക എന്ന് പറയുന്നു സുന്നി പണ്ഡിതന്മാർ ഈ രീതി അവർ പെട്ടെന്ന് മരിച്ച കുട്ടിയുടെ അക്കീക്ക നടക്കണം എന്ന വിശ്വാസികളായിരുന്നു, അല്ലാതെ ജീവിച്ചിരിക്കുന്ന കുട്ടിയുടേതല്ല. അങ്ങനെ ഖത്തം തീർത്ത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇസ്ലാമിക അധ്യാപനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു അധ്യാപനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൗലവിമാർ ഇതൊന്നനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി. മുസ്ലിം അവസ്ഥ കണ്ട് അദ്ദേഹം എപ്പോഴും വളരെയധികം ദുഃഖിതനായിരുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹുവെ നീ ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ ഇറക്കണമേ, അദ്ദേഹം വന്നുകൊണ്ട് ഇസ്ലാമിനെ വീണ്ടും ജീവിപ്പിക്കുന്നതിനു വേണ്ടി. മിഷണറി ഇൻചാർജ് സാഹിബ് എഴുന്നു, അദ്ദേഹം സ്വയം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മുബല്ലിഗ് സിൽസിലയുമായി ജമീലുർ റഹ്മാൻ റഫീഖ് സാഹിബ്, അദ്ദേഹം ഇപ്പോൾ വക്കീലുൽ ഇഷാഅത്താണ് പാകിസ്ഥാനിൽ, അദ്ദേഹവുമായി മുലാഖാത്ത് നടന്നപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, ആരാണോ കാലത്തിന്റെ ഇമാമിനെ തിരിച്ചറിയാതെ മരിക്കുന്നത് അയാൾ ജഹാലത്തിന്റെ മരണമാണ് വരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാൻ കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് യഥാർത്ഥമല്ല. ഉടനെ തന്നെ ചിന്തയുണ്ടായി. ഉടനെ തന്നെ സമയം പാഴാക്കാതെ അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ബൈഅത്തിന് ശേഷം തന്റെ ഗ്രാമത്തിൽ പോയി തന്റെ സഹോദരന്മാരെ തബ്ലീഗ് ചെയ്തു, സുഹൃത്തുക്കളെ തബ്ലീഗ് ചെയ്തു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം എത്തിച്ചു. ഇതേ വർഷത്തിനിടയിൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇദ്രീസ് റഹ്മാൻ സാഹിബ്, അദ്ദേഹം ഇപ്പോൾ വഫാത്തായി, ജുമാ സാഹിബ്, അദ്ദേഹത്തിന്റെ ഭാര്യ, ജുമാ സാഹിബിന്റെ ഭാര്യ എന്നിവർ ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന മർഹൂമിന് കഠിനമായ എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ മെല്ലെ മെല്ലെ ആളുകൾ ജമാഅത്തിൽ പ്രവേശിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ഗ്രാമം മക്യൂനിയിൽ അടുത്തു തന്നെ ഉള്ള എല്ലാ ഗ്രാമങ്ങളിലും അവിടെ ജമാഅത്ത് വളരെ നല്ല നിലയിൽ സ്ഥാപിക്കപ്പെട്ടു. മിഷണറി ഇൻജി സാഹിബ് എഴുതുന്നു, മക്യൂനി ജമാഅത്ത് ഇപ്പോൾ മോറോബോറോ റീജണിലെ ഒരു മാതൃകാ ജമാഅത്താണ്. ഈ ജമാഅത്ത് ഇദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ടാണ് സ്ഥാപിതമായത്. ജമാഅത്തിൽ പ്രവേശിച്ചതിനു ശേഷം മരണം വരെ അദ്ദേഹത്തിന്റെ ഓരോ കർമ്മത്തിൽ നിന്നും ഈ പ്രകടനം ഉണ്ടായിരുന്നു. ഖിലാഫത്തിന്റെ വലിയ അനുരക്തനാണ് ഇദ്ദേഹം. മുബല്ലിഗീങ്ങളെയും ജമാഅത്തിന്റെ ഭാരവാഹികളെയും വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുമായിരുന്നു. ജമാഅത്ത് വ്യവസ്ഥയെ പരിപൂർണമായും അനുസരിക്കുമായിരുന്നു. തബ്ലീഗിൽ വലിയ താല്പര്യവും ആവേശവും ഉണ്ടായിരുന്നു. എപ്പോഴും തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു അവസരവും കയ്യിൽ നിന്ന് പോകാൻ അനുവദിക്കുമായിരുന്നില്ല. ചന്ത നൽകുന്നതിൽ ഒന്നാം നിരയിലാണ് ഉണ്ടായിരുന്നത്. എന്നല്ല, എപ്പോഴും ഈ ചിന്തയാണ് ഉണ്ടായിരുന്നത്, എന്തെങ്കിലും വരുമാനം ഉണ്ടായാൽ ചന്ത നൽകണം. പറയുമായിരുന്നു, ഈ താൽക്കാലികമായ ലോകത്തിന്റെ സ്ഥാനവും ഇല്ല. അദ്ദേഹം മൂസിയായിരുന്നു. ആളുകളെ ഈ അനുഗ്രഹീത പദ്ധതിയിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമസ്കാരം നിരത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ഉത്തമ മാതൃകയായിരുന്നു. 5 നേരം നമസ്കാരത്തിനുള്ള സംവിധാനം സ്വയം ചെയ്യുമായിരുന്നു. തന്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും അയൽവാസികളെയും നമസ്കാരത്തിനുള്ള സംവിധാനം ഒരുക്കാൻ ഉപദേശിക്കുമായിരുന്നു. തഹജ്ജുദ് വളരെ താല്പര്യത്തോടെ നമസ്കരിക്കുമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ദുആകൾ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് വലിയ താല്പര്യമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ ഷമൂൻ ജുമാ സാഹിബ്, അദ്ദേഹം ജാമിയ അഹമ്മദിയ തൻസാനിയയിലെ അധ്യാപകനാണ്. പറയുന്നു, 1980-നും 1990-നും ഇടയിൽ ഞങ്ങൾ 3 സഹോദരന്മാർ ജാമിയ തൻസാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മുബഷിർ കോഴ്സാണ് ഉള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ അവധിക്കിടക്ക് ഞങ്ങൾ സഹോദരന്മാർ പരസ്പരം ഇപ്രകാരം അഭിപ്രായം പറഞ്ഞു, ഞങ്ങളിൽ ഒരു സഹോദരൻ ജാമ്യയിലെ പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് മാതാപിതാക്കളുടെ അവരുടെ ജോലിയിൽ സഹായിക്കുക. ഞങ്ങൾ ഈ കാര്യം ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനെ വളരെയധികം അനിഷ്ടം പ്രകടിപ്പിച്ചു. എഴുതുന്നു ഷുമൂൻ ജുമാ സാഹിബ് എഴുതുന്നു, എനിക്ക് ആ ദിവസം മറക്കാൻ സാധ്യമല്ല. പിതാവ് വളരെയധികം ഗാംഭീര്യത്തിലായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, അല്ലാഹുവിൽ തവക്കൽ ചെയ്യുക, ജാമ്യയിലെ പഠനം തുടരുക, പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ജമാഅത്തിനെ സേവിക്കാനുള്ള ആത്മാവ് തന്റെ മക്കളിൽ അദ്ദേഹം ഊതി. അല്ലാഹു ഇദ്ദേഹത്തോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ, ദറജകൾ ഉയർത്തുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ തലമുറകളെയും യഥാർത്ഥ ദീനി സേവകർ ഇസ്ലാമിന്റെ സേവകരാക്കി തീർക്കുമാറാകട്ടെ. ഇതുപോലെ ഞാൻ പറഞ്ഞു, നമസ്കാരത്തിന് ശേഷം ഇവരെല്ലാവരുടെയും ജനാസ ഞാൻ നമസ്കരിപ്പിക്കും. ഒരു ജനാസ ഹാസിറാണ്, മലിക് അക്രം സാഹിബിന്റേത് ഞാൻ പുറത്തുപോയി നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ ജനാസ സഹോദരങ്ങൾ ഇവിടെ പള്ളിക്ക് അകത്ത് തന്നെ നിന്ന് നമസ്കാരത്തിൽ പങ്കുചേരുക.
में शामिल हों। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु इबादल्लाहि रहिमकुमुल्लाह इन्न अल्लाह यामुरु बिल अदलि वल इहसानि व ईताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़य यइज़ुकुम लअल्लकुम तज़क्करून उज़्कुरुल्लाह यज़्कुरुकुम वद'ूहु यस्तजिब लकुम वलज़िक्रुल्लाहि अकबर।